യുക്തി ഉപയോഗിച്ച് ഇന്ന് തന്നെ ഞാൻ നിന്നെ ഇല്ലാതാക്കിയിരിക്കും. അമൃത, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇപ്പോൾ തന്നെ പോകൂ. ശിവാനിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഒരു കാരണവശാലും ശിവാനിയെ തനിയെ എവിടേക്കും വിടരുത്. നീ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവളുടെ പ്രാണൻ നിലനിൽക്കൂ. ശരി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. അവൾക്കൊന്നും വരാതെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. പോകൂ, ഒട്ടും താമസിക്കണ്ട. ശരി. ഞാൻ പറഞ്ഞുവിട്ട എല്ലാ ശക്തികളും വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനാകാതെ നാശമായി പോയതെങ്ങനെയാണ്? ആദ്യം അതൊന്ന് പരീക്ഷിച്ചറിയണം. ഇതെങ്ങനെ സംഭവിച്ചു? വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴേക്കും എന്റെ ശക്തി നശിച്ചു പോകുന്നു. ഇച്ഛാധാരി നാഗറാണിയെ കാക്കുന്ന ശക്തി ഏതാണ്? ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ തന്നെ പോയി പരീക്ഷിച്ചു നോക്കട്ടെ. ഞാൻ ഈ വേഷത്തിൽ അങ്ങോട്ട് പോയാൽ സംശയമുണ്ടാകും. ഈ സമയത്ത് മറ്റൊരു വേഷമാണ് നല്ലത്. അമ്മാ, ഈ പാപത്തിനെന്തെങ്കിലും ഭിക്ഷ തരണേ. ഈ പാപത്തിനെന്തെങ്കിലും ഭിക്ഷ തരണേ. അമ്മാ, അമ്മാ, 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ആഹാരം തരണേ അമ്മാ. ആരാടാ താൻ? തനിക്ക് എന്താ വേണ്ടത്? സ്വാമി, വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറ. 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. ആരും ഒന്നും തന്നില്ല. വീട്ടിലിപ്പോ ആരുമില്ല, താൻ പോവാൻ നോക്ക്. അങ്ങനെ പറയല്ലേ സ്വാമി. ഈ പാവത്തിന് ഇത്തിരി ഭക്ഷണം തന്ന ആ ഭഗവാൻ നിങ്ങളെയും കുടുംബത്തെയും അനുഗ്രഹിക്കും. എന്തെങ്കിലും കഴിക്കാൻ താ സ്വാമി. സ്വാമി, ഒരു തവണ മര്യാദയ്ക്ക് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ലേ? അപ്പുറത്തേക്ക് വീടുണ്ട്, താൻ അവിടെ പോയി ചോദിക്കും, അവര് തരും. അമ്മാ, തായേ, എന്തെങ്കിലും തരണേ. ഈ പാവത്തിന് എന്തെങ്കിലും തരണേ അമ്മാ. ആരാ നിങ്ങള്? ഈ പാപത്തിന് എന്തെങ്കിലും ഭിക്ഷ തരണേ. ഇവിടെ ഒന്നുമില്ല, വേഗം പോയിക്കോ. വീണ, ആരാ അവിടെ വിളിക്കുന്നത്? ആരാന്നൊന്ന് പോയി നോക്കിക്കൂടെ? ഏതോ ഭിക്ഷക്കാരനാണെന്ന് തോന്നുന്നു. പോകാൻ പറഞ്ഞിട്ട് പോകുന്നുമില്ല. അയ്യോ, എന്നായിക്ക് എന്തെങ്കിലും കൊടുത്തുകൂടായിരുന്നോ? ഏടത്തി, ഇന്നെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് കൊടുക്കാതിരിക്കുന്ന ബെസ്റ്റ്. അങ്ങനെയൊന്നും പറയരുത് വീണേ. ദൈവം നമുക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നതല്ലേ, അതിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിക്ക്, ഞാൻ തന്നെ പോയി അയാളോട് ചോദിച്ചോളാം. പറ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളോട് തന്നെ ചോദിച്ചത്. എന്താ വേണ്ടത്? അമ്മ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഭഗവാൻ എനിക്ക് കൈയും കാലും തന്നു, പക്ഷെ പണിയെടുക്കാനുള്ള ആരോഗ്യം തന്നില്ല. ഞാനൊരു അനാഥനാ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ? തരണേ. പറഞ്ഞോളൂ, എന്താ വേണ്ടത് നിങ്ങൾക്ക്? വല്ലാതെ ദാഹിക്കുന്നു. കുറച്ചു വെള്ളം തരുമോ മോളെ? വെള്ളം മാത്രം മതിയോ? 3 ദിവസമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത്?
അമ്മ, ഈ ഭിക്ഷക്കാരന് എന്ത് തരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അത് തന്നാ മതി അമ്മ. ശരി, ഞാൻ എടുത്തിട്ട് വരാം. ഇവിടെ നിന്നാ മതി. ഇതെന്താ ഇത്? ഏതോ ഒരു ശക്തി എന്നെ തടയുന്നുണ്ടല്ലോ. ഞാൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏതോ ഒരു ശക്തി എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. കടക്കാൻ കഴിയുന്നില്ല. പക്ഷേ ശിവാനി ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. നിന്റെ കൈ പിടിച്ച് വലിച്ചത് ഒരേ ഒരു കാരണം കൊണ്ടാ. നീ ഈ വീട് വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അതെന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അതെ, ഇത് വെള്ളവും ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ട്. വിശന്നിരിക്കല്ലേ? എന്താ അമ്മ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഇങ്ങോട്ട് വന്ന് തന്നോളൂ. അത് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. വേറൊന്നും വിചാരിക്കണ്ട, ഇതങ്ങോട്ട് വാങ്ങിച്ചോളൂ. എന്താ അമ്മ, പിറ്റക്കാരന്റെ അടുത്തേക്ക് വരാൻ അറപ്പായത് കൊണ്ടാണോ എന്നെ ഇങ്ങനെ പുച്ഛത്തോടെ കാണുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. അങ്ങനെ വ്യത്യാസം കാണുന്ന സ്വഭാവം എനിക്കില്ല. എല്ലാരും ഒരുപോലെയാ. മനുഷ്യനെ പണം കൊണ്ട് ഒരിക്കലും അളക്കാൻ പാടില്ല, ഹൃദയം കൊണ്ട് മാത്രമേ അളക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തേക്ക് വന്ന് താ മോളെ. അത് എനിക്ക് വരാൻ പറ്റില്ല. ഭയമാണോ മോൾക്ക്? വെള്ളം തരാനും മടിക്കുന്നു എന്ന് വെച്ചാ ആ ഭഗവാന് തന്നെ അറിയാം. എന്നെ മോൾക്ക് സംശയമാണെന്ന്. എന്നെ സംശയിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. ഞാൻ വരട്ടെ മോളെ, ഇറങ്ങുക. അയ്യോ, ഒന്നിവിടെ നിൽക്കോ? ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇതുവരെ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. ശിവാനി വീട്ടിലുണ്ടായാൽ മതി. ഗംഗാജലം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് വെച്ച് അവൾ ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. അതിങ്ങ് തന്നോളൂ മോളെ. വാങ്ങിച്ചോ. ഇങ്ങോട്ട് വന്ന് തന്ന വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ട്
എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വാങ്ങിച്ചോ, വാങ്ങിക്കേ. നാഗറാണി, ഇച്ഛാധാരി നാഗറാണി. ശിവാനി, ശിവാനി, ഇവിടുത്തെ എവിടേക്ക് പോയി? അമ്മേ, അമ്മേ, അമ്മ എവിടെയുള്ളേ? അമ്മേ, ശിവാനി എവിടെയെങ്കിലും കണ്ടോ അമ്മേ? ശിവാനിയാണോ? പുറത്തേത് ഭിക്ഷക്കാരൻ വന്നപ്പോ അയാൾക്കുള്ള ഭക്ഷണം കൊണ്ട് പോയിരിക്കുക. പുറത്തു പോയോ? പക്ഷെ ഞാൻ എവിടെയും കണ്ടില്ലല്ലോ. എവിടെ പോണെങ്കിലും നിന്നോട് പറഞ്ഞിട്ട് വേണോ പോവാൻ? എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം തായോ. അവൾ ഇവിടെ എവിടെയും കാണുന്നില്ല. അവൾ എവിടേക്ക് പോയെന്ന് പറ. എടാ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത് വല്ല കഥയായി പോയല്ലോ. നീ ഏതു വഴിയാ വന്നത്? ഞാൻ ഇപ്പുറത്തെ ഗേറ്റ് വഴിയാ ഓ, വന്നത്. അവൾ ആ ഗേറ്റിന്റെ എവിടെയാ ഉള്ളത്? അപ്പുറത്തെ ഗേറ്റിലോ? അയ്യോ, മോനെ തൃശൂൽ, ശിവാനി, ഇന്ന് നിന്റെ കഥ അവസാനിക്കും. ഓ, എന്റെ കൂടെ.